നാളെ വാലന്റൈൻസ് ഡേ അല്ലേ. സോ ഈ ഒരു പുസ്തകം വെച്ചിട്ട് ഒരു പ്രപ്പോസ് ചെയ്ത കഥ ഉണ്ട്. ഞാനല്ല, വേറൊരാള്. സോ കഥ വളരെ സിമ്പിളാണ്. ഒരിക്കൽ ഞാൻ ദുബായിലായിരിക്കുന്ന സമയത്ത് എനിക്കൊരു പയ്യൻ മെസ്സേജ് അയക്കണ്ടായി. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു സൈൻഡ് കോപ്പി, പുസ്തകത്തിന് സൈൻഡ് കോപ്പി എനിക്കൊന്ന് അയച്ചു തരാമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിലല്ല എന്ന് പറഞ്ഞ സമയത്ത് ആ പയ്യൻ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ഉള്ളിടത്ത് വന്നിട്ട് എന്ത് ചെയ്യാം, പുസ്തകം കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ദുബായിക്ക് പോരും, ഞാൻ ദുബായിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, അയ്യോ എനിക്കത് പറ്റില്ല, ആഹ് ഞാൻ വേറെ നീ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ആള് വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കണ്ടായി, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ആളുടെ ഈ ഒരു സാധനമൊക്കെ റിവൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ആള് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഖദീജ അന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവളുടെ ഫ്രണ്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. ഞാൻ ഓക്കെ, ആസ് യൂഷ്വൽ നോർമൽ എന്നുള്ള പാറ്റേണിൽ ഞാൻ അങ്ങനെ നോക്കിയിരുന്നു. എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആ പുസ്തകം ത്രൂ ആളെ ഒന്ന് പ്രപ്പോസ് ചെയ്തു. ചോദിച്ചു, എങ്ങനെ എങ്ങനെ പ്രപ്പോസ് ചെയ്ത്? അപ്പോൾ ആള് പറഞ്ഞു, പുസ്തകത്തിന്റെ അവസാനത്തെ ഭാഗത്ത്, അവസാനത്തെ പേജ്, അവസാനത്തെ ഈ 2 പേജുകളുണ്ടല്ലോ ഫ്രീ ആയിട്ട് എടുക്കുന്നത്, ഇത് രണ്ടും ഇങ്ങനെ കൂട്ടി ഒട്ടിക്കുക മീൻസ് നമ്മുടെ ഈ ലെറ്ററിന്റെ ഒക്കെ സൈഡിൽ ഉണ്ടാകുന്ന ഒരു പശ ഉണ്ടല്ലോ, അതുപോലത്തെ എന്തോ സംഭവം വെച്ചിട്ട് ആളിത് രണ്ടും കൂട്ടി ഒട്ടിച്ചു. ഇതിന്റെ ഉള്ളില് ഒരു QR കോഡ്, അതായത് നമ്മുടെ സ്റ്റിക്കി നോട്ടിന്റെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ട് നിങ്ങൾ? അപ്പൊ അതിന്റെ അവിടെ ഒരു QR കോഡ് വെച്ചിട്ട് ആള് ഇത് ഫ്രണ്ടിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും, എന്നിട്ട് ആളോട് പറഞ്ഞത്രേ, പുസ്തകം മുഴുവൻ വായിച്ചിട്ട് വേണം, അവസാന ഭാഗം ഒന്നും ഒരിക്കലും മറിച്ച് നോക്കിയിട്ട് മുഴുവൻ വായിച്ചിട്ട് ഒരു QR കോഡ് അതിന്റെ ലാസ്റ്റ് ഉണ്ട്, ആ QR കോഡ് ഇതാക്കി കഴിഞ്ഞാൽ ഓതറോട് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവളോട് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടി ഈ പുസ്തകം വായിച്ചിട്ട് അവസാനത്തെ സമയത്ത് ആ പെൺകുട്ടി ഈ QR കോഡ് എന്ത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ വന്നത് എന്താണെന്നറിയോ? വിൽ യു ബി മൈ ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലേക്കാണ്, അതിലേക്കാണ് റീഡയറക്ട് ചെയ്ത് പോയത്. അപ്പോൾ ഞാൻ ഈ കഥ കേട്ടിട്ട് ഭയങ്കര വണ്ടർ അടിച്ചു പോയി. പയ്യൻ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ആലോചിച്ചെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ പിന്നീട് ആ പെൺകുട്ടി എസ് പറഞ്ഞു, അവർ രണ്ടുപേരും ഇപ്പൊ ഒന്നിക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. സോ നാളെ വാലന്റൈൻസ് ഡേ ആയപ്പോൾ ഈ ഒരു കഥ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ദാറ്റ്സ് ഓൾ. നമ്മുടെ പുസ്തകം വെച്ചിട്ട് ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ.